മോദിജി, അമിത്ജി, നിങ്ങളെ കുറിച്ച് ദിവസങ്ങളായിട്ട് പാർലമെന്റിൽ അന്വേഷിക്കുകയാണ്. ഒന്ന് ഇവിടം വരെ പോയാൽ ഞങ്ങൾ ജനങ്ങൾക്ക് കുറച്ച് ആശ്വാസമായിനെ. ഇങ്ങനെ അങ്ങ് പേടിച്ചോടാൻ മാത്രം എന്താ അതിന് മാത്രം സംഭവിച്ചത്? റിജിജു പറഞ്ഞതുപോലെ അമിത്ഷായുടെ പേര് കേട്ടാൽ തീവ്രവാദികൾ വിറക്കില്ലേ? ആ താങ്കൾക്കാണോ പ്രതിപക്ഷത്തെ ഇത്ര പേടി? പിന്നെ വരുമ്പോൾ മോദിജിയെ കൂടി കൂടെ കൂട്ടണം. ഇൻസ്റ്റഗ്രാമിൽ റീലിട്ട് സമയം കളയുക അദ്ദേഹം. ഇപ്പോൾ പൂക്കിയാകാനുള്ള തത്രപ്പാടിലാണല്ലോ. ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ് ഉത്തരം പറയുക എന്ന കാര്യമൊക്കെ പുള്ളി മറന്നുപോയതുപോലെയാണ്. പ്ലീസ് നിങ്ങൾ ഒന്ന് അങ്ങോട്ടേക്ക് ചെല്ലണം. അവിടെ ചില മനുഷ്യര് കാത്തു നിൽക്കുന്നുണ്ട് ചില ചോദ്യങ്ങളായിട്ട്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലെ? പാർലമെന്റിന്റെ വലിയ ഇടനാഴികളിൽ ശബ്ദമുയരേണ്ട ഈ സമയത്ത് ജനപ്രതിനിധികൾ ജനങ്ങളോട് സംസാരിക്കേണ്ട ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഭരണാധികാരികൾ അപ്രത്യക്ഷരാകുന്നത്? ചോദ്യങ്ങൾ വരുമ്പോൾ, വലിയ പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോൾ രാജ്യം ഭരിക്കുന്നവർ എവിടേക്കാണ് ഒളിച്ചോടുന്നത്? തീവ്രവാദികളെ വിറപ്പിക്കുന്ന അമിത്ഷായ്ക്ക് പ്രതിപക്ഷത്തെ പേടിയാണോ? ആഭ്യന്തരമന്ത്രി അമിത്ഷാ, താങ്കൾ എവിടെയാണുള്ളത്? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, താങ്കൾ എവിടെയാണ്? കുറച്ചു ദിവസങ്ങളായി രാജ്യത്ത് നടക്കുന്ന വലിയ പ്രക്ഷോഭങ്ങൾക്കിടയിൽ ഇത്തരം ചോദ്യങ്ങൾ ശക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്. ജൻസി പ്രക്ഷോഭം അവസാനിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷെ ജനങ്ങൾക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഉത്തരം പറയാനുള്ള ബാധ്യസ്ഥത നിങ്ങൾക്കില്ലേ? ആ സമയത്താണ് മൗനം പാലിച്ച് മിണ്ടാതിരിക്കുന്നത്. പാർലമെന്റിൽ എത്തുന്നില്ല. രാജ്യസഭയിലും ലോകസഭയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നു. പ്രതിപക്ഷം ഒച്ച വെക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ടും അവർക്ക് വരാൻ മനസ്സില്ല. സമരത്തിനിറങ്ങിയ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അടിച്ചമർത്താൻ പോലീസിനെയും സുരക്ഷാ സേനയെയും അഴിച്ചുവിട്ടതിനു ശേഷം കേന്ദ്രഭരണ നേതൃത്വം വൻ മൗനത്തിലാണ് ഇപ്പോഴുള്ളത്. തെരുവുകളിൽ യുവത്വം തങ്ങളുടെ ഭാവിക്ക് വേണ്ടിയും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും ഉറച്ച ശബ്ദമുയർത്തുമ്പോൾ അവരെ കേൾക്കാൻ തയ്യാറാകാതെ ശക്തി ഉപയോഗിച്ച് ഒതുക്കാനാണ് ഭരണകൂടം ശ്രമിച്ചത്. വടിയും കണ്ണീർ വാതകവും കൊണ്ട് ഒരു തലമുറയുടെ വികാരത്തെയും അവരെ ആശങ്കകളെയും എന്നേക്കുമായി അടിച്ചമർത്താം എന്ന് കരുതുന്നത് തികഞ്ഞ രാഷ്ട്രീയ അബദ്ധമാണ്. അതിപ്പോൾ കൃത്യമായിട്ട് BJP സർക്കാരിന് മനസ്സിലായി കാണും. പോലീസിനെ മുന്നിൽ നിർത്തി പിന്നിലേക്ക് മാറിയതിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരും തെരുവുകളിലോ പൊതുവേദികളിലോ കണ്ടിട്ടില്ല. രാജ്യത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഇത്തരം നിലപാടുകൾ ജനാധിപത്യത്തിന് ഒരിക്കലും ചേർന്നതല്ല. മറുഭാഗത്ത് പ്രധാനമന്ത്രിയുടെ സമീപനവും ഒട്ടും വ്യത്യസ്തമല്ല. പ്രതിമാസ റേഡിയോ പരിപാടികളിലൂടെ തനിക്ക് പറയാനുള്ളത് മാത്രം ഏകപക്ഷീയമായി പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു അദ്ദേഹം കാലങ്ങളായി തുടരുന്നത്. മൻ കി ബാത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ ചോദ്യങ്ങൾക്കിടമില്ല, മറുപടികൾക്ക് സാധ്യതയുമില്ല. എനിക്ക് എന്താണോ പറയാനുള്ളത് നിങ്ങൾ അത് കേൾക്കുക എന്ന രീതിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം. പക്ഷേ ഇന്ന് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ തലമുറ അസംതൃപ്തരാണ് എന്ന് അവർ അറിയാം. പുതിയ തലമുറയെ അല്ലെങ്കിൽ ജൻസികളെ തങ്ങളുടെ വശത്താക്കാൻ ചില പ്രത്യേക തന്ത്രങ്ങൾ മാത്രമാണ് ഭരണകൂടം ഇപ്പോൾ പയറ്റുന്നത്. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലെ ട്രെൻഡുകൾക്ക് പിന്നാലെ പോയി പുതിയ തലമുറയെ കയ്യിലെടുക്കാമെന്നത് വലിയൊരു തെറ്റിദ്ധാരണ മാത്രമാണ് മോദിജി എന്നാണ് പറയാനുള്ളത്. ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നും തൊഴിലില്ലായ്മയിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിട്ട് പൂക്കിയാവാനുള്ള ശ്രമമാണ് മോദിജി നടത്തുന്നത്. പക്ഷെ അതിലൂടെ ഒന്നും നേടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ജൻസി തലമുറയ്ക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഈ സമയത്ത് രാജ്യത്തിന്റെ പാർലമെന്റിലും പൊതുമണ്ഡലത്തിലും സജീവമായി ഇടപെടുന്ന മറ്റൊരു കാഴ്ച നമ്മൾ കാണേണ്ടതുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം തന്നെയാണ് കേട്ടോ. വെറുതെ സമൂഹ മാധ്യമങ്ങളുടെ നിർദ്ദേശങ്ങൾ നൽകുകയോ ഉപദേശിക്കുകയോ ചെയ്യുകയല്ല അദ്ദേഹം ചെയ്യുന്നത്. മോദിജി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതാണല്ലോ ചെയ്യുന്നത്. കുട്ടികളോട് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധിയോ ജനങ്ങളോടും യുവാക്കളോടും നേരിട്ട് തുറന്ന ചർച്ചകൾക്കും സംവാദങ്ങൾക്കും താൻ തയ്യാറാണെന്ന് അദ്ദേഹം പരസ്യമായിട്ട് വ്യക്തമാക്കുകയാണ്. ജനാധിപത്യത്തിൽ സംവാദങ്ങൾക്കാണ് പ്രാധാന്യം, മൗനത്തിനോ അടിച്ചമർത്തലുകൾക്കോ അല്ല എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയും BJP നേതാക്കളും എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെയോ ജനങ്ങളുടെയോ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ ഭയക്കുന്നത്? സ്വന്തം ജനപ്രതിനിധികളോടും പാർട്ടി നേതാക്കളോടും പബ്ലിക് റിലേഷൻസ് തന്ത്രങ്ങൾ മാത്രം പയറ്റാൻ നിർദ്ദേശിക്കുന്നവർ ആദ്യം പാർലമെന്റിൽ വന്ന് ജനങ്ങളോട് സത്യം പറയാൻ തയ്യാറാവുകയാണ് വേണ്ടത്. PR വർക്കൊക്കെ പിന്നീട് നടക്കട്ടെ. ആദ്യം നിങ്ങൾ മൗനം വെടിയൂ. രാജ്യത്തിന്റെ പരമോന്നത സഭയിൽ വന്ന് മറുപടി പറയാൻ ഭയക്കുന്ന ഒരു ഭരണകൂടം രാജ്യത്തിന് തന്നെ അപമാനമാണ്. ആരെ പേടിച്ചാണ് മോദിജിയും അമിത്ഷായും ഇപ്പോൾ അങ്ങോട്ട് വരാതിരിക്കുന്നത്? സ്വന്തം തീരുമാനങ്ങളിൽ പൂർണ്ണമായ ന്യായീകരണവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മാധ്യമങ്ങളെയും ജനങ്ങളെയും നേരിടാൻ തയ്യാറാകാത്തത്? ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു വാർത്താ സമ്മേളനം പോലും വിളിച്ചു ചേർക്കാൻ ധൈര്യമില്ലാത്തവർ എങ്ങനെയാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. രാജ്യത്ത് ഉയർന്നു വന്ന ജൻസി സമരം വെറും ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമായിരുന്നില്ല. അത് ഭരണകൂടത്തിന്റെ സ്വാർത്ഥ നിലപാടുകൾക്കെതിരെയുള്ള യുവതലമുറയുടെ സ്വാഭാവികമായ പ്രകടനമായിരുന്നു. അവർ അസംതൃപ്തരാണ്. അവരോട് സംസാരിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. സ്വന്തം ഭാവി അപകടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്.
ആ സമരത്തെയും യുവത്വത്തിന്റെ ഒറ്റക്കെട്ടായ മുന്നേറ്റങ്ങളെയും ഭയന്നാണ് BJP ഭരണകൂടം ഇന്ന് വലിയ പ്രതിരോധത്തിലായിരിക്കുന്നത്. ഭരണകൂടത്തിനെതിരെയുള്ള ജനരോഷം നാൾക്കുനാൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ അതിനെ മറികടക്കാൻ കൃത്യമായ രാഷ്ട്രീയ തിരക്കഥകളാണ് ഭരണസിരാ കേന്ദ്രങ്ങളിൽ തയ്യാറാക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അഭിജിത്ത് ദീപ്കയെ പോലുള്ള വ്യക്തികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിവാദങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എന്തൊക്കെ കഥകളാണ് ഇവർ പുറത്തുവിട്ടത്. വലിയ കഥകളും തിരക്കഥകളുമാണ് ബോധപൂർവം പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നത് ആർക്കാണ് അറിയാത്തത്? BJPയുടെ രാഷ്ട്രീയ അജണ്ടകൾക്കും ഫാസിസ്റ്റ് നിലപാടുകൾക്കും വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തി കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നുണ്ട് എന്ന ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. അഭിജിത്ത് ദീപ്കെ വരെ പറഞ്ഞു ഭീഷണിയുണ്ട് BJPയിൽ ചേരാനെന്ന്. തങ്ങളുടെ പാർട്ടിയുടെ ഭാഗമാകാൻ വ്യക്തികൾക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് അവർ. അതിന് വഴങ്ങിയില്ലെങ്കിൽ വിവിധ തരത്തിലുള്ള അന്വേഷണ ഏജൻസികളെയും പോലീസ് സംവിധാനങ്ങളെയും ഉപയോഗിച്ച് പ്രതിസന്ധിയിലാക്കുകയാണ് തന്ത്രം. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല രാജ്യത്ത് നടക്കുന്നത്. ഇത്തരത്തിലുള്ള ഭീഷണികളും വഴിവിട്ട സമ്മർദ്ദങ്ങളും ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ ദുർബലതയും അവർ അനുഭവിക്കുന്ന ഭയത്തെയും തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. CJP പോലുള്ള സംവിധാനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവരൊന്നും നാടിനും ജനങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നത് യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടികളായി മാറുന്നില്ല എന്നതാണ്. CJP പുതിയ പാർട്ടിയാകുമെന്ന ഒരു രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ അത് തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ജനാധിപത്യ മൂല്യങ്ങളോ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയോ പ്രത്യയശാസ്ത്രപരമായ സുതാര്യതയോ അവിടെ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് നിൽക്കാൻ മാത്രമാണ് നിങ്ങൾ തീരുമാനിച്ചത് എന്ന രീതിയിലാണ് CJP പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല തീരുമാനം. കാരണം CJPയിൽ ഉള്ളത് ആരാണ്? യുവത്വമാണ്. യുവത്വത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അവർ കോൺഗ്രസ്സുകാരുണ്ട്, മാർക്സിസ്റ്റുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അതേപോലെ തന്നെ BJPക്കാരുമുണ്ട്. ഇവർ ഒരു കാര്യത്തിലേക്കാണ്, പക്ഷെ സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവർ സംഘടിച്ചത്. അതുകൊണ്ട് തന്നെ അവരൊരു പാർട്ടി ആകുന്നില്ല, പക്ഷേ ഭരണകൂടത്തെ ചോദ്യം ചെയ്യുന്ന ശക്തിയായി മാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവങ്ങളെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് പരിശോധിക്കുമ്പോൾ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ യഥാർത്ഥ മുഖം തന്നെയാണ് പുറത്തു വരുന്നത്. നാടിന്റെ നട്ടെല്ലായ യുവാക്കളുടെ പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുക, അനിവാര്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതിപക്ഷത്തെയും ജനങ്ങളെയും നേരിടാതെ ഒളിച്ചോടുക, മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ പുതിയ ട്രെൻഡുകൾക്ക് പിന്നാലെ പോവുക, മാധ്യമങ്ങളെ മുഴുവൻ ഗോതി മീഡിയയാക്കുക, തങ്ങൾക്ക് വഴങ്ങാത്തവരെ കേന്ദ്ര ഏജൻസികളെ കാട്ടി ഭീഷണിപ്പെടുത്തി പാർട്ടിയിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നിവയെല്ലാം ഒരേ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ തന്നെയാണ് BJP ഇവിടെ നടപ്പിലാക്കുന്നത്. രാജ്യം ഇന്ന് നേരിടുന്ന കടുത്ത തൊഴിലില്ലായ്മ, അസഹനീയമായ വിലക്കയറ്റം, അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ച, സാമ്പത്തിക തകർച്ച തുടങ്ങിയ വലിയ വിഷയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ഇത്തരം നാടകങ്ങൾ അരങ്ങേറുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികൾ ജനങ്ങളോട് എന്നും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പോലീസിനെയും സുരക്ഷാ സേനകളെയും ഉപയോഗിച്ച് ചിലപ്പോൾ തെരുവുകളെ താൽക്കാലികമായിട്ട് നമുക്ക് നിശബ്ദരാക്കാം. പക്ഷെ അതൊരു വിഡ്ഢിത്തമാണ്. അത് താൽക്കാലികമായ ആശ്വാസം മാത്രമേ ഭരണാധികാരികൾക്ക് നൽകാൻ പോകുന്നുള്ളൂ. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ന്യായമായ ചോദ്യങ്ങൾ പാർലമെന്റിലും തെരുവുകളിലും കൂടുതൽ ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരാളെയാണ് അടിക്കുന്നതെങ്കിൽ പിന്നീട് വരാൻ പോകുന്നത് 1000 പേരായിരിക്കും. CJP പ്രൊട്ടസ്റ്റിൽ അത് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ നിങ്ങൾ തുടരുന്ന മൗനം കൊണ്ടോ പബ്ലിക് റിലേഷൻസ് തന്ത്രങ്ങൾ കൊണ്ടോ ഈ ചോദ്യങ്ങളെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അമിത്ഷായും നരേന്ദ്രമോദിയും എത്ര കാലം ഈ രാജ്യത്തെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുമെന്നതാണ് നാട് ഉറ്റുനോക്കുന്നത്. ജനങ്ങൾ ഇപ്പോൾ മനസ്സിൽ കരുതി വെച്ച രോഷം പുറത്തേക്ക് വന്നു തുടങ്ങിയെന്ന് ഒടുവിലത്തെ റിസൾട്ടിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ബീഹാറിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങളോട് ജനങ്ങൾക്ക് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. നിങ്ങളുടെ ഭരണം ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നില്ല. അതിന്റെ ഫലമാണ് ഇപ്പോൾ കണ്ടതൊക്കെ. ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണാധികാരികൾ ജനങ്ങളോട് എന്നും ഉത്തരം പറയാൻ ബാധ്യസ്ഥര് തന്നെയാണ്. അത് ഇനി എത്ര വലിയ ആളുകളായാലും കുഴപ്പമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ആ ചോദ്യങ്ങളാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഉയർത്തുന്നത്. അതിന് ഉത്തരം നൽകുക എന്നത് അധികാരികളുടെ കടമയുമാണ്. ചോദ്യങ്ങൾക്ക് മുന്നിൽ വാതിൽ കൊട്ടിയടിച്ച് ചോദ്യശരങ്ങളിൽ നിന്ന് ഭയന്ന് ഒളിച്ചോടുന്നത് ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് ഫാസിസ്റ്റ് ഭരണകൂടം ഇനിയെങ്കിലും തിരിച്ചറിയണം. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യഥാർത്ഥ കാവൽക്കാർ എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് മോദിജി, അമിത്ഷാജി, ചോദ്യങ്ങളെയും ജനങ്ങളെയും കണ്ടിട്ട് ഇങ്ങനെ പേടിക്കല്ലേ നിങ്ങൾ. മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും രാജ്യത്തെയും യുവാക്കളെയും നേരിടാൻ തയ്യാറാകൂ. ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് എത്ര കാലം ഒളിച്ചോടിയാലും നിങ്ങളുടെ മൗനത്തിന് ഒടുവിൽ ജനങ്ങൾ തന്നെ ഭരണഘടനാപരമായി മറുപടി നൽകുന്ന കാലം വിദൂരമല്ല. അതിന്റെ തെളിവുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയല്ലോ. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സ് എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.